ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാം റിവിഷൻ സീരീസ് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ലാസ്റ്റ് ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പൊളൈറ്റിയുടെ ബാലൻസ് ഉള്ള 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാവരും നിങ്ങൾ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ എല്ലാ വീഡിയോസിനും നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസുമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പൊളൈറ്റിയുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. Who chaired the first meeting of the Constituent Assembly of India? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് ചെയർ ചെയ്തത് അല്ലെങ്കിൽ ആദ്യത്തെ മീറ്റിംഗ് ലീഡ് ചെയ്തത് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് ലീഡ് ചെയ്തത്. After how many years of debate, the Constitution of India was signed? എത്ര വർഷങ്ങൾ നീണ്ട തർക്കത്തിന് ശേഷമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒപ്പുവെച്ച് നിലവിൽ വന്നത്? 3 വർഷം നീണ്ടു നിന്ന തർക്കങ്ങൾക്ക് ശേഷമായിരുന്നു. ഓക്കെ, വെൻ വാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1949 നവംബർ 26-ാം തീയതി ആയിരുന്നു. ഓക്കെ, 1949 നവംബർ 26-ാം തീയതി ആയിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. വാട്ട് വാസ് 26 ജാനുവരി കോൾഡ് ഇൻ ഇന്ത്യ ബിഫോർ 1947? 1947 മുമ്പ് ജനുവരി 26 എന്തായിരുന്നു? ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. ഓക്കെ, ജനുവരി 26 ആയിരുന്നു നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. 47 ശേഷമാണ് അത് എപ്പോഴായത്? ഓഗസ്റ്റ് 15 ആയത്. When was the first meeting of Constituent Assembly held? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എപ്പോഴായിരുന്നു? 1946 ഡിസംബർ 9 ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. അത് ലീഡ് ചെയ്തത് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ലീഡ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോയിലേക്ക് പോവാം. When is the Constitution Day celebrated in India? ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണത് നവംബർ 26 ആണ്. കാരണം എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26-നാണ്. അതുകൊണ്ട് തന്നെ നവംബർ 26 ആണ് നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യണത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണത്, ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണത്. The Indian Constitution borrowed features from how many countries? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ഫീച്ചേഴ്സും നമ്മൾ പല പല രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടതാണ് അല്ലെ. എത്ര രാജ്യങ്ങളുടെ ഫീച്ചേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 10 രാജ്യങ്ങളുടെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, the concept of federation with a strong center in the Indian Constitution has been taken. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ. അതായത് ഒരു സെൻട്രൽ കൺട്രോളിങ് അതോറിറ്റിയും അതിൽ നിന്ന് ബ്രാഞ്ചസ് ആയിട്ട് പിന്നീട് കുറെ കാര്യങ്ങൾ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെൻട്രൽ മിനിസ്ട്രിയും അവിടെ നിന്ന് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന 29 സ്റ്റേറ്റ് മിനിസ്ട്രീസും ചേരുന്ന ആ ഒരു ഫെഡറൽ സിസ്റ്റം നമ്മൾ എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്? കാനഡ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കാനഡ അവരുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്ത് എടുത്തത്. ഓക്കെ, the Constitution of India has 25 parts and 12 schedules. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 25 പാർട്ടുകളും 12 ഷെഡ്യൂൾസുമാണ് ഉള്ളത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കുന്നതായിരിക്കും. Which community gets special provision for certain services in Article 336? ആർട്ടിക്കിൾ 336 പ്രകാരം ഏത് കമ്മ്യൂണിറ്റിക്കാണ് ചില സർവീസസിലൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻ, സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്നത്? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ്. ഓക്കെ, ആർട്ടിക്കിൾ 336 പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ചില കാര്യങ്ങളിൽ എന്തുണ്ട്? പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഒഡീഷ ജോയിൻഡ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ആസ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഇൻ. ഒഡീഷ ഇന്ത്യൻ യൂണിയനിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള സംസ്ഥാനമായിട്ട് എന്നാണ് ജോയിൻ ആയത്? 1950-ലാണ് ജോയിൻ ആയത്. അപ്പൊ അത് നമുക്ക് കുറെ സംസ്ഥാനങ്ങൾ അങ്ങനെ ഉണ്ട് അല്ലെ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? മലബാർ, തിരുവിതാംകൂർ അങ്ങനെയൊക്കെയായിരുന്നു അല്ലെ. അപ്പൊ അതിന്ന് മാറിയിട്ട് എന്തായി? 5 ജില്ലകളാണ് ആദ്യം ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന്ന് മാറി 14 ജില്ലകളിലേക്ക് വന്ന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംസ്ഥാന രൂപീകരണം എന്നൊക്കെ നമ്മൾ
പറയുന്നത്. ഓക്കെ, അടുത്തത് ഹു ഈസ് ഓതറൈസ്ഡ് ടു ഓൾട്ടർ ദ ബൗണ്ടറീസ് ഓഫ് എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏതൊരു സ്റ്റേറ്റിന്റെ ബൗണ്ടറീസിനെയും ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ബൗണ്ടറി ഫിക്സ് ചെയ്യാനുള്ള അതോറിറ്റി ആരാണ്? പാർലമെന്റ് ആണ്. ഓക്കെ, പാർലമെന്റിൽ ഡിസ്കഷൻ വെച്ച് അവിടെ ബില്ല് കൊടുത്ത് ആ ബില്ല് പാസ്സാക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ ബൗണ്ടറീസ് ഓൾട്ടർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. When did Sikkim become a state in India? ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമായിട്ട് സിക്കിം മാറിയത് 1975-ലാണ്. 1975-ലാണ് സിക്കിം സ്റ്റേറ്റ് ഇന്ത്യൻ രാജ്യത്തിന്റെ ഭാഗമായത്. In which part of the Indian Constitution are the fundamental rights explained? Fundamental rights explain ചെയ്തിരിക്കുന്നത് പാർട്ട് 3-ലാണ്. മൂന്നാമത്തെ പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Which of the following is a political right? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്, അതുപോലെ നമ്മൾ കുറെ അങ്ങനെ കാര്യങ്ങൾ പഠിക്കുന്നില്ല. അതുപോലെ ഒരു പൊളിറ്റിക്കൽ റൈറ്റ് ആണ് എന്ത്? റൈറ്റ് ടു വോട്ട്. വോട്ടവകാശം എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. ആർട്ടിക്കിൾ 15 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ്സ് ടു. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനായിട്ടുള്ള അവകാശമാണ് എന്ത്? ആർട്ടിക്കിൾ 15 പറയുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്സ് ഓഫ് മൈനോറിറ്റീസ്? അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അതായത് വളരെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടാനുള്ള ഭേദഗതി അല്ലെങ്കിൽ തീരുമാനം ഉള്ളത് ഏത് ആർട്ടിക്കിളിലാണ്? 29th ആർട്ടിക്കിളിലാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹു എമംഗ് ദ ഫോളോവിങ് ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സ്? ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സ്, ഇന്ത്യൻ ആർമിയുടെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം? ഒരു യുദ്ധത്തിനുള്ള അറിയിപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ അത് പിൻവലിക്കാനോ, അങ്ങനെ എല്ലാ റൈറ്റ്സും, ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സിന്റെ എല്ലാ റൈറ്റ്സും ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. In which year the Food Safety and Standard Act passed in India? ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പാസ്സായത് 2006-ലാണ്. ഓക്കെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്, ഫുഡ് ഓരോ ഹോട്ടലുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് നമ്മൾ പറയുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പറയുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ലൈസൻസ് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, when there are two houses of the legislature like India, it is called a. ഇന്ത്യയിലുള്ള പോലെ ലെജിസ്ലേച്ചറിന് രണ്ട് ഹൗസസ്, അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നിങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? ബൈക്യാമറൽ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുക. ബൈക്യാമറൽ സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു എമംഗ് ദ ഫോളോവിങ് ക്യാൻ ഇൻട്രൊഡ്യൂസ് എ ഗവൺമെന്റ് ബിൽ? ഒരു ഗവൺമെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആർക്കാ പറ്റുക? പാർലമെന്റിലെ ഏത് ഹൗസിലുള്ള മിനിസ്റ്റർക്കും പറ്റും. പാർലമെന്റിലെ ഏത് ഹൗസിലുള്ള ഒരു മിനിസ്റ്റർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗവൺമെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫണ്ട് ക്യാൻ ബി സ്പെൻഡ് ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഫണ്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. ഓക്കെ, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ രാജ്യസഭ? രാജ്യസഭയിൽ മൊത്തം 250 മെമ്പേഴ്സ് ആണ് ഉള്ളത്. രാജ്യസഭയിൽ 250 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഹു സെർവ്ഡ് ആസ് ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ട്വൈസ്? ഇന്ത്യയുടെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് 2 തവണ ഭരണം കിട്ടിയത് ആർക്കാണ്? ഗുൽസാരിലാൽ നന്ദയാണ് 2 തവണ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ മിനിമം ഏജ് ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെയും മുഖ്യമന്ത്രി ആവാൻ വേണ്ട മിനിമം ഏജ് 25 വയസ്സാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ സുപ്രീം കോർട്ടിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥോ ധർമ്മ തഥോ ജയ എന്നാണ് അവരുടെ മോട്ടോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാസ് നോ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ? പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തത് മേഘാലയയിലാണ്. ഓക്കെ, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തത് മേഘാലയ സംസ്ഥാനത്തിലാണ്. The report of which committee recommended a 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്? സിംഗ്വി കമ്മിറ്റിയാണ് എന്ത് റെക്കമെൻഡ് ചെയ്തത്? 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ,
ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് ജാർഖണ്ഡ്? ജാർഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫ്ലവർ ഏതാണ്? പലാഷ് ആണ്. ഓക്കെ, ജാർഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫ്ലവർ പലാഷ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സ്റ്റേറ്റ്സിന്റെയും സ്റ്റേറ്റ് ഫ്ലവർ, സ്റ്റേറ്റ് അനിമൽ, സ്റ്റേറ്റ് ബേർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം. അത് നമ്മൾ വീഡിയോ ആയിട്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിക് ജികെയിൽ. അടുത്തത്, ഹു ഇമ്പോസ്ഡ് ദ നാഷണൽ എമർജൻസി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. വിച്ച് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഹാവ് പഞ്ചായത്തി രാജ് സിസ്റ്റം? പഞ്ചായത്തി രാജ് സിസ്റ്റം ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഡൽഹി ആണ്. സ്റ്റേറ്റ് ഏതാണ്? മേഘാലയ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ 96th അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിലെ 96ാമത്തെ അമെൻമെന്റിൽ എന്താണ് പറയുന്നത്? യൂസ് ഓഫ് ദ വേർഡ് ഒഡിയ ഇൻ പ്ലേസ് ഓഫ് ഒറിയ. ഒറിയ എന്നതിന് പകരം ഒഡിയ എന്ന് വേണം ഇനി മുതൽ പറയാൻ എന്നാണ് 96th അമെൻമെന്റിൽ പറയുന്നത്. ഹു ഈസ് ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യ ഗവൺമെന്റിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലോ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഹയസ്റ്റ് ലോ ഓഫീസർ. ഹു ഈസ് പോപ്പുലർ ഫോർ ഡിസൈനിങ് ദ നാഷണൽ ഫ്ലാഗ്? നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യയാണ് നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഡ് നീതി ആയോഗ് റീപ്ലേസ്? നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതായിരുന്നു. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നീതി ആയോഗ്. In which year was the National Development Council established? National Development Council establish ആയത് 1952-ലാണ്. 1952-ലാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നത്. Which is considered national sports of India? ഇന്ത്യയുടെ നാഷണൽ സ്പോർട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഹോക്കിയാണ്. ഓക്കെ, what does അശോക ചക്ര represent in Indian flag? ഇന്ത്യൻ ഫ്ലാഗിലെ അശോക ചക്ര എന്താണ് പ്രതിപാദിക്കുന്നത്? വീൽ ഓഫ് പീസ്, സമാധാനത്തിന്റെ ചക്രം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. What is the full form of NDA? NDAയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ് NDAയുടെ ഫുൾ ഫോം. ഓക്കെ, അടുത്തത്, when did N.T. Ramarao established the തെലുങ്കുദേശം പാർട്ടി? N.T. രാമറാവു തെലുങ്കുദേശം പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1982 മാർച്ച് 29 തെലുങ്കുദേശം പാർട്ടി ആര് രൂപീകരിച്ചത്? N.T. രാമറാവു, NTR. Who was the longest serving Attorney General of India? ഇന്ത്യയിലെ ലോങ്സ്റ്റ്, ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ ആയിരുന്നത് ആരാണ്? മോത്തിലാൽ ചിമൻലാൽ സെതാൽവാദ് ആണ്. മോത്തിലാൽ ചിമൻലാൽ സെതാൽവാദ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ ആയിട്ട് ഇരുന്നത്. Which language is not included in the 8th schedule by the 92nd Amendment Act? 92ാം അമെൻമെന്റ് പ്രകാരം 8th ഷെഡ്യൂളിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ലാംഗ്വേജ് കന്നഡയാണ്. ഓക്കെ, കന്നഡ നമ്മൾ 8th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പൊളിറ്റിക്കൽ ലീഡർ നിതീഷ് കുമാർ ഈസ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇന്ത്യൻ സ്റ്റേറ്റ്? നിതീഷ് കുമാർ ഏത് സംസ്ഥാനത്തുള്ളതാണ്? ബീഹാറിൽ നിന്നുള്ള പൊളിറ്റിക്കൽ ലീഡർ ആണ് നിതീഷ് കുമാർ. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് റെഡ്യൂസ്ഡ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 80? വോട്ടവകാശം 21 നിന്നും 18 കുറച്ചത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ്? 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് 21 നിന്നും 18 വോട്ടവകാശം കുറച്ചത്. ഓക്കെ, അപ്പൊ അടുത്തത്, ദ 100th അമെൻമെന്റ് 2015 വന്ന 100ാം അമെൻമെന്റ് പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് 10% റിസർവേഷൻ എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, when was the none of the above nota option first used in the assembly election? അസംബ്ലി ഇലക്ഷന് നോട്ട ഓപ്ഷൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് നവംബർ 2013 ഓക്കെ, ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് 1951-52 കാലഘട്ടത്തിൽ ആയിരുന്നു. EVMന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഓക്കെ, ഇഫ് ദ പഞ്ചായത്ത് ഈസ് പോസ്റ്റ്പോൺഡ് ദെൻ ഇലക്ഷൻ വിൽ ടേക്സ് പ്ലേസ്. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ആ പിരിച്ചുവിട്ടതിന്റെ 6 മാസത്തിനുള്ളിൽ എന്ത് നടക്കും? റീ എലക്ഷൻ അല്ലെങ്കിൽ ബൈ എലക്ഷൻ നടക്കും.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊളിറ്റിക്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പൊളിറ്റിക്സ് വൈൻഡപ്പ് ചെയ്യാണ്. എന്ന് വെച്ചിട്ട് ഇതൊരു പെർമനന്റ് വൈൻഡപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്, 20 days റിവിഷൻ സീരീസിന്റെ വൈൻഡപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നോട്ട്സ്, കാര്യങ്ങൾ, റിവിഷൻ എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. RRB എക്സാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കമന്റ് സെക്ഷൻ വഴി അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.